മഴയുടെ അലേർട്ട് മെസ്സേജുകൾ മൊബൈലിൽ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശനിയാഴ്ചത്തെ പോലെ തന്നെ ഞായറാഴ്ചയും മഴയോട് മഴയായിരിക്കുന്നു. എന്നാൽ ഞായറാഴ്ച നേരം വെളുത്തപ്പോൾ മഴയുടെ പാട്ടിനങ്ങ് ലീവ് എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. സൺഡേ ഈസ് ഹോളിഡേ എന്നാണല്ലോ. എന്നാൽ പിന്നെ മഴയ്ക്കും ഹോളിഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും നേരം വെളിച്ചാകുമ്പോൾ തന്നെ പോന്നിട്ടുണ്ട്. നമ്മൾ പുഴക്കാട്ടിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ, വീട്ടിലേക്ക്. എന്തായാലും മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ ഫ്രീ ആയിട്ട് പോവാലോ. അങ്ങനെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതാ മക്കളുടേതായ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടിയാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ജഗപുകയാണ് കേട്ടോ. മണിക്കുട്ടന് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ, എനിക്ക് ഇങ്ങനെയാക്കി വീഡിയോ എടുക്കണം, അങ്ങനെയാക്കി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ എന്താ പറയുക കോമാളിത്തരങ്ങൾ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ആതിര ചേച്ചി ഇതാ ചിക്കൻ ബിരിയാണിയുടെ പണിപ്പുരയിലാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് നോക്കിയേ, നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്ന് കാര്യമായിട്ട് ഒരു മഴയും പെയ്തിട്ടില്ല. നമ്മളെ തറേൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് തൊഴുതൊക്കെ പോകുന്ന കേട്ടോ. ഞാൻ നമ്മളെ അമ്മായിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയതായിരുന്നു. അവിടെ മാമയ്ക്ക് സുഖമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ചെടികളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ അങ്ങനെയാണല്ലോ, ചെടിയുള്ള വീട്ടിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാതെ പോരാൻ കഴിയില്ല കേട്ടോ. പിന്നെ അതാ നന്നായിട്ട് ചൂടായി കിടക്കുന്ന വാനിൻ്റെ ഉള്ളിലാണ് ഈ അമ്മായിയും മക്കളും കയറിയിരിക്കുന്നത് കേട്ടോ. മണിക്കൊരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആതിര ചേച്ചീനെ കയറ്റിയിരുത്തുന്നത്. എനിക്കിതിനുള്ളിൽ ഇരിക്കാൻ വയ്യ, ചൂടെടുത്തിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആതിര ചേച്ചി എരിപ്പോരി സഞ്ചാരം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാൽക്കുട്ടി മടിയിൽ വന്നിരുന്ന ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളത്തിന് അത് ആദ്യം അങ്ങ് എടുത്ത് കൊടുത്തട്ടോ. അവർക്കാണല്ലോ ആദ്യം കൊടുക്കേണ്ടത്. എന്തും എന്താ പറയുക, കാരണന്മാർക്ക് കൊടുത്തിട്ടല്ലേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നമ്മളെ കാരണന്മാരിതായിരിക്കുന്ന ആളുകളാണ് കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങളും കൂടിയും കഴിക്കാനിരുന്നു. ഞാനും അച്ഛനും അമ്മയും ആതിര ചേച്ചിയും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കാനിരുന്നത്. നല്ല ഉള്ളി തൈരും അച്ചാറും പിന്നെ നമ്മളെ സ്പെഷ്യൽ ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിച്ച് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്നപ്പോൾ നമ്മളിതാ നേരെ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ അമലിനു നേരെ കരാട്ടെ ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.